ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ലിസ്റ്റിൽ വന്നതിന് ശേഷം ഇനി പഠിക്കണോ, ഇനിയും നമ്മളിങ്ങനെ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിസ്റ്റിൽ വരണ ആ ഒരു ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ കറൻറ്റ് അഫെയർസ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റാങ്ക് ഫയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ SCERT ടെക്സ്റ്റുകളായിക്കോട്ടെ, അതിൻ്റെ ഏത് കോർണറിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അറ്റൻഡ് ചെയ്യാനായിട്ട് പ്രാപ്തരായത് കൊണ്ടാണ്. അങ്ങനെയുള്ളവരാണ് മെയിൻ ലിസ്റ്റിൽ കയറാൻ ചാൻസ് ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്കത് അറ്റൻഡ് ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻറ്റ് ലെവൽ നമ്മളിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ആ ഒരു ഇത്രയും വലിയ റാങ്ക് ഫയലും SCERT ഒക്കെ എന്ത് ചോദിച്ചാലും നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും എഫേർട്ട് ഇട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ആ ഒരു അറിവും ആ ട്രാക്കിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ മുന്നിലേക്കുള്ള എക്സാമുകൾക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാനും അതിൽ നല്ല റാങ്കിലൊക്കെ എത്താനും നമുക്ക് സാധിക്കും. നമ്മൾ ഒന്നാമത്തത് റിവിഷൻ ചെയ്താണ് നമ്മളിത് ഓർത്തിരിക്കണത്. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ പഠിച്ചതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം എന്നില്ല. കുറച്ച് കഴിയുമ്പോൾ പഠിക്കാതെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ബ്രെയിൻ സ്വാഭാവികമായിട്ടും അത് മറന്നു പോകും. അപ്പോൾ നമുക്ക് അത് ആലോചിച്ച് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും, പിന്നെ കുറേ ആലോചിക്കേണ്ട വരും. അപ്പോൾ എക്സാമിൻ്റെ ടൈം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ ആ പഠിച്ചതൊക്കെ നമ്മളിൽ ഒന്ന് ജസ്റ്റ് റിവിഷൻ നമ്മൾ ഒരുപാട് എഫർട്ട് ഇടേണ്ട വരില്ല. പിന്നെ നമുക്കൊന്ന് ഓടിച്ച് പോകേണ്ടി വരുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പഠിക്കണ പോലെ കുത്തിയിരുന്ന് കുറേ നേരം വായിച്ചാലേ മനസ്സിലാകൂ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും അങ്ങനെ പഠിക്കാൻ കഴിയണം എന്നില്ല. ചിലപ്പോൾ പ്രൈവറ്റ് ജോബൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈം ഇല്ലാത്ത ടൈം ഉണ്ടാക്കി പഠിച്ചവരൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും ഒരു റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഒരു ജോബ് കിട്ടുന്ന ഒരു റാങ്കിലായിരിക്കണം, എന്നാൽ മാത്രം നമുക്ക് പഠിക്കാതിരിക്കാം. അല്ലെങ്കിൽ അഡ്വൈസ് മെമ്മോ നമ്മുടെ കയ്യിൽ കിട്ടണ വരെ നമ്മൾ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. കൂടുതൽ നമുക്ക് കറൻറ്റ് അഫെയർസൊക്കെ ആയിരിക്കും കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട വരാം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആ പഠിച്ചതിൽ നിന്ന് ഒന്നും മാറിപ്പോകാതെ റിവിഷൻ ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് 1 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും നമ്മൾ റിവിഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഓടിച്ച് വായിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. അങ്ങനെയാണെങ്കിൽ വരുന്ന എക്സാമുകളൊക്കെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എഴുതാനൊക്കെ പറ്റും. അതേപോലെ മാത്സ് ഏത് ഭാഗമാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ അതിൽ കുറച്ച് കൂടുതൽ ടൈം നമ്മൾ കണ്ടെത്താം. അപ്പോൾ ലിസ്റ്റിൽ വന്നാലും നമ്മൾ പഠനം കണ്ടിന്യൂ ചെയ്യുക. ചാനൽ എല്ലാവരും സബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.